കേരളത്തിലേക്ക് മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും വരവിൽ സ്ഥിരീകരണമില്ല. അതേസമയത്ത് തന്നെയാണ് മൊറോക്കോ അർജന്റീന മത്സരത്തിനായി മൊറോക്കോയുമായി AFA ചർച്ച നടത്തുന്നത്. 80 കോടി രൂപയാണ് മൊറോക്കോ മത്സരത്തിനായി അർജന്റീന മൊറോക്കോ ഫുട്ബോൾ അസോസിയേഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം കൊച്ചിയിലെ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുമെന്ന് സ്പോൺസർ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ തുടങ്ങാനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അനിശ്ചിതത്വം തുടരുകയാണ്. ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പറയുന്നത് മെസ്സിയും അർജന്റീന ടീമും വരും എന്ന് തന്നെയാണ്. നവംബർ 15 വരും. നവംബർ 17 കൊച്ചിയിൽ മത്സരം ഉണ്ടാകും ഓസ്ട്രേലിയയുമായി എന്ന കാര്യമാണ് സ്പോൺസർമാർ പറയുന്നത്. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അർജന്റീനയിൽ നിന്ന് സ്ഥിരീകരിച്ച രീതിയിലുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ നൽകുന്നത് അത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി അടുത്ത ബന്ധമുള്ള അവരുടെ വിവരങ്ങൾ നിരവധി ബ്രേക്കിങ്ങുകൾ നൽകിയിട്ടുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇന്ത്യയിലെ മത്സരം ഉണ്ടാവുകയില്ല. അതേസമയം ആ സമയം മൊറോക്കോയുമായി കളിക്കുവാനാണ് അർജന്റീന താല്പര്യപ്പെടുന്നത്. ആഫ്രിക്കയിൽ തന്നെ ആ മത്സരം നടത്തുവാനാണ് അർജന്റീനയ്ക്ക് താല്പര്യം. നവംബറിലെ വിൻഡോയിൽ അങ്കോളയുമായിട്ടുള്ള ഒരു മത്സരം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതിനു പുറമെ മൊറോക്കോയുമായി കളിക്കുവാനാണ് അർജന്റീനയ്ക്ക് താല്പര്യം. അതിനാണ് ഇപ്പോൾ 80 കോടി രൂപ മൊറോക്കോയുമായി കളിക്കുന്നതിന് അർജന്റീന ആവശ്യപ്പെട്ടിരിക്കുന്നത്. MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ഇത് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരമാണല്ലോ. മൊറോക്കോയുമായി മത്സരം നടത്തുവാൻ അർജന്റീന ആഗ്രഹിക്കുന്നു. അതിനാൽ വലിയ യാത്ര വേണ്ടി വരുന്ന ഒന്നായിരിക്കില്ല ഇത്. പക്ഷേ മൊറോക്കോ ഫുട്ബോൾ അസോസിയേഷൻ ഇതിന് സമ്മതം മൂളിയിട്ടില്ലല്ലോ. വലിയ തുകയാണിത് എന്ന രീതിയിലാണല്ലോ. $10 മില്യൺ എന്നുള്ള ആവശ്യമാണല്ലോ അർജന്റീന ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ മൊറോക്കോ അംഗീകരിക്കാത്തതിനാൽ ആ മത്സരം നടന്നില്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അർജന്റീന ടീം വരുവാനുള്ള സാധ്യതയും നിലനിൽക്കുകയല്ലേ? മഞ്ജുഷ, ഓരോ ദിവസവും ഇത്തരത്തിൽ ആരാധകരെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിലേക്ക് വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോഴും ആരാധകർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിരാശപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മൊറോക്കോയുമായി അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ചില ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതാണ്. 80 കോടി രൂപ അവിടെ മൊറോക്കോയുമായിട്ടുള്ള മത്സരത്തിനായി അർജന്റീനൻ ടീം ആവശ്യപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ മത്സരം പുറത്തു വരുന്നത്. അതായത് അർജന്റീന ടീം ആഗ്രഹിക്കുന്ന മൊറോക്കോയുമായി ഈ നവംബറിലെ ആ ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ടാമത്തെ മത്സരം മൊറോക്കോയുമായി നടത്താൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അർജന്റീന ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ചില വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു. അതായത് അർജന്റീന മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള വിവരങ്ങളായിരുന്നു അത്. ഈ വർഷം നവംബറിൽ ഇന്ത്യയിലേക്ക് അർജന്റീന ടീം വരില്ല എന്നുള്ളതായിരുന്നു ആ വിവരം. പക്ഷേ അത് ഇപ്പോഴും തള്ളിക്കൊണ്ട് റിപ്പോർട്ടർ ടീം ഉടമയും ഒപ്പം തന്നെ ഈ ഒരു മത്സരത്തിന്റെ സ്പോൺസർ കൂടിയായിട്ടുള്ള ആൻഡ്രോ അഗസ്റ്റിൻ തന്നെ രംഗത്ത് വരികയും അദ്ദേഹം ഉറച്ചു പറയുകയും ചെയ്യുന്നു. 15-ാം തീയതി തന്നെ മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിലേക്ക് വരും. ഒപ്പം തന്നെ 17-ാം തീയതി നിശ്ചയിച്ച പ്രകാരം മത്സരം നടക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ചില പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതായത് ഈ ടിക്കറ്റ് വിൽപ്പന ഉടൻ ആരംഭിക്കും, അതിന് നിരക്കടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയും പറയുകയും ചെയ്തുവെങ്കിൽ പോലും അതിലും ഒരു സ്ഥിരീകരണം ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കാനായിട്ടില്ല, അതിന് നിരക്കുകൾ നിശ്ചയിക്കാനും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലോകകപ്പിന് മുൻപ് ഓരോ മാസവും ഫ്രണ്ട്ലി മാച്ചുകൾ ഉണ്ട്. അതിൽ 2 എണ്ണമാണ് നവംബറിൽ നടക്കാനിരിക്കുന്നത്. അതിലൊന്ന് അങ്കോളയിലായിരിക്കും, ആഫ്രിക്കയിലായിരിക്കും എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ടാമത്തെ മത്സരം, അർജന്റീനയ്ക്ക് 2 മത്സരങ്ങളാണല്ലോ നവംബറിൽ ഫിഫ അനുവദിച്ചിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ മത്സരം അത് ഇന്ത്യയിലായിരിക്കുമോ, അതായത് കൊച്ചിയിലായിരിക്കുമോ അതോ മൊറോക്കോയിലായിരിക്കുമോ? മൊറോക്കോ ഫുട്ബോൾ അസോസിയേഷൻ ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മൊറോക്കോ കഴിഞ്ഞ ലോകകപ്പിൽ സെമി ഫൈനലിൽ എത്തിയ ടീമാണ്. അർജന്റീനയ്ക്കും കൂടുതൽ താല്പര്യം അതായിരിക്കും. കാരണം ഒരു ടൈറ്റ് മത്സരത്തിനായിരിക്കും അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഓസ്ട്രേലിയയേക്കാൾ മൊറോക്കോയെ നേരിട്ട് അതിൽ ലോകകപ്പിന് മുന്നോടിയായി തങ്ങളുടെ ശക്തി പരീക്ഷിക്കുവാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായി നടത്തുമല്ലോ. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം പ്യൂർട്ടോറിക്കോയുമായി കളിച്ചതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ദുർബല ടീമുമായിട്ട് മെസ്സിയുടെ അർജന്റീന ടീം കളിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിമർശനം അർജന്റീന ഫുട്ബോളിന് നേരെ വരുന്നുമുണ്ട്. അപ്പോൾ ഇവർ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ വിഷയം എടുക്കുന്നുണ്ടല്ലോ അല്ലേ? കാരണം മൊറോക്കോയെ കിട്ടിയാൽ അതായിരിക്കും നല്ലത്. അതുമാത്രമല്ല, വലിയൊരു യാത്ര അതുവഴി ഒഴിവാക്കാനും പറ്റും. അങ്കോളയുമായി കളിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളത് ദീർഘമായ യാത്രയാണ്. അത് ഒഴിവാക്കുവാൻ ശ്രമിക്കും. പക്ഷേ
പണം തന്നെയാണല്ലോ അവിടെ പ്രശ്നമാകുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എപ്പോഴും ഈ വിലപേശൽ നടത്താറുള്ളതാണ്. കഴിഞ്ഞ വർഷം ഇന്തോനേഷ്യയിൽ ഒരു മത്സരം അവസാന നിമിഷം അവർ വേണ്ടെന്ന് വെച്ചതാണ്. അങ്ങനെയൊക്കെ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ കുറിച്ച് മോശം അഭിപ്രായം ഉള്ളതാണ്. ഇവിടെയും അങ്ങനെ ഒരു വിലപേശൽ നടത്തുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. 80 കോടി ഇതിനകം പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെയാണ് കളിക്കാരുടെ യാത്ര, അവരുടെ താമസം എന്നതിന് കൂടുതൽ ചെലവുകൾ. മൊറോക്കോ ഫുട്ബോൾ അസോസിയേഷൻ ഇത് തള്ളിയിട്ടുണ്ട് എന്നും വാർത്തകൾ വരുന്നുണ്ട് മൊറോക്കോയിൽ നിന്ന്. അവിടെ നിന്നുള്ള മാധ്യമങ്ങളാണ്. അവർക്ക് താല്പര്യമാണ് അർജന്റീന ടീമിനെ മൊറോക്കോയിലേക്ക് കൊണ്ടുവരാൻ. പക്ഷേ ഇത്രയും തുക ചെലവാക്കണോ എന്നുള്ള സംശയമാണ് അവിടെയുള്ളത്. ഇതിന് പുറമെ 2 പരിശീലന ഗ്രൗണ്ടുകൾ നൽകണം എന്നുള്ള ആവശ്യവും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറേയേറെ ഡിമാൻഡുകളാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വെച്ചിരിക്കുന്നത്. തള്ളി മൊറോക്കോ ഫുട്ബോൾ അസോസിയേഷൻ ഈ ആവശ്യമെന്ന് പറയുമ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് മഞ്ജുഷ് കരുതേണ്ടിയിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് അങ്കോളയുമായിട്ടുള്ള മത്സരം നിശ്ചയിച്ചിരിക്കുന്നത് അത് ധാരണയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. 11-ാം തീയതിയാണ് ഈ മത്സരം, നവംബർ 11-നാണ് ഈ മത്സരം നടക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ഈ ഇന്റർനാഷണൽ ബ്രേക്കുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ മത്സരം അത് നവംബർ 17 അല്ലെങ്കിൽ നവംബർ 20-നകത്ത് തന്നെ നടക്കുക എന്നുള്ളതാണ്. അതാണ് ഫിഫ അനുവദിച്ച് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മൊറോക്കോയുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ AFA വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ആ മത്സരം തന്നെ നടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്തത്. ഇപ്പോൾ സ്പോർട്സ് ജേർണലിസ്റ്റ് ശ്രീ CK രാജേഷ് കുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. CK, ഇതിനകത്തൊരു കാര്യമെന്ന് പറയുന്നത് മൊറോക്കോയുമായിട്ട് മത്സരം നടത്തുവാനായിരിക്കുമല്ലോ അർജന്റീനയ്ക്ക് കൂടുതൽ താല്പര്യം. യാത്ര ഒഴിവാക്കാൻ പറ്റും. കാരണം ലോകകപ്പിന് മുൻപ് വലിയൊരു യാത്ര എന്ന് പറയുന്നത് അത് കളിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ മൊറോക്കോ മികച്ച ടീമാണ്. ഇതെല്ലാം വരും. പക്ഷേ ഈ അവസാന നിമിഷത്തെ ബാർഗെയിനിങ്ങിൽ മൊറോക്കോ ഇതിന് സമ്മതം മൂളും എന്ന് കരുതാനാവുമോ ഇപ്പോൾ ഈ പറയുന്ന ഈ വിലപേശൽ വെച്ച് നോക്കുമ്പോൾ? എന്ത് തന്നെയായാലും നമ്മുടെ ടീമിനെ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ കേരളം ആദ്യമായിട്ടും വഹിക്കുകയാണ് എങ്കിൽ മൊറോക്കോ വരുന്നത് വലിയൊരു ബൂമാണ്. നമ്മുടെ കായിക മേഖലയ്ക്കും ഒക്കെ വലിയൊരു ബൂമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് അങ്കോളയിൽ തന്നെ ഈ മത്സരവും അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യത്ത് തന്നെ അധികം ജേണി ഇല്ലാതെ തന്നെ ആ മത്സരം സംഘടിപ്പിച്ചാലോ എന്നുള്ളൊരു ആലോചന ഉണ്ടെന്നാണല്ലോ ഇപ്പോഴത്തെ. അങ്ങനെയാണ് ഇവിടെ വന്ന് കളിക്കുക എന്നുള്ളതല്ല, മൊറോക്കോയിൽ തന്നെ കളിക്കുക എന്നുള്ളതാണല്ലോ അല്ലെ? അങ്ങനെയല്ലേ വാർത്തകൾ വരുന്നത്? മൊറോക്കോയുമായിട്ട്. കാരണം മൊറോക്കോ വലിയ ആവേശത്തോടു കൂടിയാണ്, അവിടുത്തെ ആരാധകരുടെയൊക്കെ പ്രതികരണങ്ങൾ വരുന്നത് വലിയ ആവേശത്തോടെ മെസ്സിയെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അർജന്റീന ടീമിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് അവിടെ നിന്നുള്ള വലിയ രീതിയിൽ ട്വിറ്ററിലും അതുപോലെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ആവേശത്തോടു കൂടിയാണ്. അതെ. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ഈ പറയുന്ന സ്പോൺസറും അല്ലെങ്കിൽ സർക്കാർ ശ്രമിച്ചിരുന്നു മൊറോക്കോ ഇവിടെ കൊണ്ടുവരിക, കളിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്കോളയിൽ ഒരു മത്സരം നടക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടുന്ന് മറ്റൊരു ആഫ്രിക്കൻ രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ അങ്ങനെ ആണ് എങ്കിൽ മത്സരം നടത്തുന്നതിന് കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയല്ല, അവർക്ക് ജേർണിയുടെ ഒരു പ്രശ്നം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചോളം ജേർണിയുടെ ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല അവർക്ക് എന്തുകൊണ്ടും ഇപ്പോഴത്തെ ചർച്ചകൾ പുരോഗമിക്കുന്ന അല്ലെങ്കിൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇതുവരെ വ്യക്തത വരാത്ത സാഹചര്യം. അതുപോലെ തന്നെ ഈ ഓസ്ട്രേലിയ വരുമെന്നുള്ള ഓസ്ട്രേലിയ വരുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അർജന്റീനയ്ക്ക് അറിയത്തില്ല. നമ്മൾ മാത്രമാണ് അത് പറയുന്നത്, അല്ലെങ്കിൽ സ്പോൺസേഴ്സ് മാത്രമാണ് ഓസ്ട്രേലിയയുടെ ഒന്ന് കളിക്കൂ എന്നുള്ള കാര്യവും പറയുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ അവർ സ്വാഭാവികമായിട്ടും ചൂസ് ചെയ്ത് മൊറോക്കയാണ്. മൊറോക്കോ ഒരു റേറ്റഡ് രാജ്യമാണ്. ആദ്യത്തെ 25